എന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയ സ്ഥലമാണ്. എന്നെ പോലെ ഒരുപാട് ആൾക്കാരുടെ ചോര ഒളിച്ചത്. ഒരു 100 രൂപയോ? 100 നരകത്തിൽ പോയാലുണ്ട് മലയാളി. रतन भाई, आज फिर मेरा हाथ अच्छा है। ऐसा है तो पार्टी मांगता है भाई। याद है क्या? हाँ मालूम है। आपकी किस्मत अच्छा है साहब जी। आज कितना मिला? थोड़ा सा 70,000। मैम साहब, नीचे एक मलयाली आया है, आपको पूछ रहा था। मलयाली? हाँ। इधर आ। के साथ नाचना नहीं। भाई ഇത് കേസാ? क्या? കേസാണോന്ന് സड़की केस आई। हिंदी में बोलो, हिंदी में। सड़की पूछा है पूछा पूछा? या तो पूछा पूछा म्याऊ म्याऊ। हाँ तुम पूछा? अबे हटो। मैम साहब है। आप कौन है जी? याद है क्या मैम साहब? ओ भैया चांदन साहब, आपको ऊपर आने के लिए किससे पूछने का जरूरत है? आओ जी आओ, ऊपर एकदम मस्त गेम चल रहा है। गोपाल जी इधर है क्या? गोपाल? गोपाल इधर नहीं है। किधर होगा वो? ओ मुंबई गया है, 1 हफ्ते के बाद लौटेंगे। झूठ। मैं सच बोल रही हूँ। मुझसे तो गोपाल ने कहा है कि वो ठीक है मैम साहब। गोपाल जी कैसे हो? हिम्मत और मर्दान की जिसको है वो सामने आ जाओ। नमस्ते गोपाल जी, एक हाथ हमसे हो जाए। पहचाना नहीं मुझे? चंदन साहब। नहीं, चंदन अല്ല, चंद्रन, चंद्रहासन। हाँ चंद्रहासन। हम दे आप हम सबको भूल गए क्या? മറക്ക് മറന്നാ നിന്നെ തേടി ഞാനിവിടെ വരൂ ഗോപാല. ചീട്ട് അവിടെ ഇരിക്കട്ടെ ഗോപാല. क्या है गोपाल? तू जा, मैं संभालूंगा। चंदन साहब, आप पत्ते खेलने के लिए इधर आए हैं या? ഒരു കൈ കളിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്, പക്ഷെ അത് ചീട്ടല്ല. मैं फिर से बोल रहा हूँ, इधर झगड़ा नहीं करना। गड़बड़ करेगा तो आराम से नहीं जाएगा। മലയാളത്തിൽ പറടാ. ഒരു പഞ്ചാബി പെണ്ണിന്റെ ആനക്കാരനായ മലയാളം മറക്കൂ. മര്യാദക്ക് സംസാരിക്കണം കേട്ടോ. ആ അങ്ങനെ പറ. പറവട്ടാണിക്കാരൻ ഗോപാലകൃഷ്ണൻ പത്തിരിപ്പാലക്കാരൻ ചന്ദ്രഹാസനോട് മാതൃഭാഷ പറ. വേണ്ട, തിണ്ണമെടുക്ക് കാട്ടാൻ നമ്മുടെ തിണ്ണയല്ല. പണ്ടെന്നോ ചീട്ട് കളിച്ചു തോറ്റിട്ട് അതിന്റെ പേരിൽ ഇവിടെ വന്ന് ഗുണ്ടായുസം കാണിച്ച ഇത് സ്ഥലം ഏതാന്നറിയാലോ? ജീവനോടെ പോയില്ല. നീ അറിയാലോ, നീ കള്ളക്കളി കളിച്ച് തോപ്പിക്കുകയും ചെയ്യും, ചതച്ചു കൊല്ലുകയും ചെയ്യും. കണ്ടോ, ഇതൊരു കുത്ത്, ഇവിടെ ഒരെണ്ണം, അങ്ങനെ 9 കുത്ത്. ഞാനാണോ കുത്തിയത്? നീയല്ല, നിന്റെ കൈ ഉണ്ടത്. പക്ഷെ ഞാനത് വിട്ടു. ഈശ്വരൻ തന്ന ശിക്ഷ. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പ്രാക്കുണ്ട്, കണ്ണീരുണ്ട്. അതിന്റെ ശിക്ഷ. ഇതിന്റെ പേരിൽ നിന്റെ ദേഹത്ത് ഞാൻ കൈവയ്ക്കില്ല, പക്ഷെ അവനെ ഞാൻ വിടില്ല. ഗിരി എവിടെയുണ്ടെന്ന് എനിക്കറിയണം. എനിക്കറിയില്ല. ഞാനും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവനും ചേർന്ന് ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇപ്പൊ അവൻ എവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയില്ലല്ലേ? ഏയ്, ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിന്റെ ശവ. ഓക്കെ മകൻ സിംഗ്, ചോട് ദോ. ഓക്കെ,
ജീവനോടെ ഇവിടുന്ന് പോകുന്നെങ്കിൽ അത് ഗിരി അവിടെ നിറഞ്ഞിട്ടേ ഉള്ളൂ. छोड़ दो, तो गोली मार दूंगी। अगर कोई हिला तो मार डालूंगा साले को। नहीं, हिलना मत। പ്രേമ, സൂക്ഷിക്കണം. ജീവിതവും മരണവും എനിക്ക് ഒരുപോലെയാണ്. മരിക്കാനൊട്ടും പേടിയില്ല. പക്ഷെ അവനെ കാണാൻ വേണ്ടി എനിക്ക് ജീവിച്ചിരുന്നേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. കൊല്ലേണ്ടി വന്നാ കൊല്ലും. गोपाल को कुछ मत करो। नहीं मेम साहब, मैं जबान दे रहा हूँ, इसे कुछ नहीं होगा. मैं मरने के लिए तैयार हूँ और मारने के लिए भी. अगर कोई मेरे पास आए तो मैं इसका जान ले लूंगा. कोई कुछ मत करो. अरे ഗിരി ഇവിടെ നിന്റെ കൂടെ അല്ലേ? ഇല്ല, അയാൾ എന്റെ കൂടെ ഇല്ല. നുണ പറയരുത്. സത്യം, നിന്നെ ചതിച്ചത് ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്താ. അതിന് 1.5 ലക്ഷം രൂപ അവൻ എനിക്ക് തന്നു. അതിനുശേഷം ഞങ്ങൾ നേരിൽ കണ്ടിട്ടില്ല. 2 പ്രാവശ്യം ഫോണിൽ വിളിച്ചിരുന്നു. എവിടുന്ന് വിളിച്ച? ഒരിക്കൽ ബോംബെ എന്നാന്ന് പറഞ്ഞു, പിന്നെ ഒരിക്കല് നാട്ടിൽ നിന്ന്. അത് നുണയാ. ഇതും പറഞ്ഞു നുണ ചന്ദ്രേട്ടാ. അല്ല, സത്യ. ചീട്ടിൽ നിന്നെ ഞാൻ ചതിച്ചിട്ടുണ്ട്. അല്ലാതെ നിന്നെ കൊല്ലാനോ നശിപ്പിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കെന്താ അതിന്റെ ആവശ്യം? ഞാൻ വിശ്വസിക്കുന്നു. നാളെ നിനക്ക് അവനായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ എന്നെ കൊന്നോ? നമ്മളിനി കാണും. അല്ല പറമ്പേട്ടല്ലേ? திருடன் உங்க வீடு விட்டு உடைக்கிறதுக்கு ரொம்ப முயற்சி பண்ணிட்டு இருந்தானே. இது திருட இல்ல மச்சான். அப்படியா? அண்ணே மன்னிச்சிடுங்க அண்ணே. இல்ல பரவாயில்ல, தெரியாம தானே. போங்க. சரிங்க, எல்லாரும் போங்க. வாங்க. വെല്ലം കിട്ടിയ പറവേട്ടാ. എന്തിനാ ഇപ്പൊ കരണേ? ആരും ഇല്ലാത്ത വീട്ടിന്റെ പൂട്ട് പൊളിക്കാൻ നോക്കിയാ പിന്നെ ഒരു തല്ലി കൊല്ലാണ്ടിരിക്കൂ. അകത്ത് നോട്ട് കെട്ടുകൾ അടക്കി വെച്ചിട്ടാന്ന് വിചാരിച്ചിണ്ടാവേ. അവരെന്നെ തല്ലിയിലല്ലടാ എനിക്ക് സങ്കടം. നിന്റെ ഇന്നലെ ഓർത്തിട്ടടാ മോനെ. ഒരു രാജാവിനെ പോലെ ജീവിച്ചത് എനിക്ക് സഹിക്കണല്ലടാ. ഇങ്ങനെ കരയല്ലേ, ആളുകൾ കാണും. ആര് കണ്ടോ? എനിക്കെന്താ? എനിക്ക് എന്റെ സങ്കടം കറച്ചിട്ട് തീർക്കണം. ചന്ദ്രേട്ടാ 3Xന്റെ കുപ്പിടുന്നില്ലേ? ആ ഓൾഡ് മങ്ക് 3Xന്റെ ഒരു ഹാഫ് ബോട്ടിലേ സഞ്ചിയിലുണ്ടാവും. ഇതല്ലേ? ഇതെന്താ? ഇതൊരു 250 വെളിച്ചെണ്ണ വാങ്ങിയതാ. വെളിച്ചെണ്ണ അവന്റെ തന്ത്ര തല തെച്ച് കുളിപ്പിക്കട്ടെ. നീ പറഞ്ഞത് നേരാ. വിവരമില്ലാത്തവരുടെ നാടാണെങ്കിലും ഇതൊരു സുഖ. ഈ പുഴയും കാറ്റും. നമ്മുടെ നാട്ടിലാണെങ്കിൽ കിണറ് വരെ വറ്റി. എങ്ങനെ വറ്റാണ്ടിരിക്കും? നമ്മുടെ ആളുകളുടെ മനസ്സ് അത്ര നല്ലതാ. കറക്റ്റാ. ഞാനൊരു സത്യം പറഞ്ഞ നീ ചിരിക്കോ? ഞാൻ ചിരിക്കും.
നീ ചിരിക്കും, അതുകൊണ്ടല്ലേ നീ ഗുണം പിടിക്കാത്ത. മോനെ ചന്ദ്ര, ഞാൻ നിന്റെ ചേച്ചിയെ കിട്ടിയത് അവളുടെ സൗന്ദര്യം കണ്ടിട്ടാ, അല്ലെങ്കിൽ 15 പാവം കണ്ടിട്ടോ? നിന്നെ കണ്ടിട്ടാ, നിന്റെ തങ്കം പോലത്തെ മനസ്സ്. എന്തിനാ തൊളിക്കണേ? സത്യം പറഞ്ഞേട്ടാ ഞാൻ ചിരിച്ചു പോകും, പക്ഷെ ചന്ദ്രേട്ടൻ ചിരിക്കില്ല. ഇവൻ ചിരിക്കില്ല, ഇവന് ബുദ്ധിയുണ്ട്. നീ കൂടെ കൂടിയതാ അവന്റെ നാശം. ഓ 15 1 പാവം കുറഞ്ഞൊന്നും പറഞ്ഞേ അന്ന് പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ ഈ പരമേടം തന്നെയല്ലേ ചന്ദ്രേട്ടാ? അത് വാക്ക്, അത് വേറെ കാര്യം. പരമേശ്വരൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. അതിപ്പോ സ്വന്തം അച്ഛനായാലും ഞാൻ സമ്മതിക്കില്ല. അളിയനിപ്പോ എന്നെ തിരക്കാവുന്ന എന്റെ ഉദ്ദേശം എന്താ? സരോജിനി മക്കളും നിന്നെ കാണണം എന്ന് പറഞ്ഞ് എനിക്ക് ഇരിക്കപ്പുറത്തി തരണല്ല. പണ്ടൊക്കെ നീ വരണ ദിവസം ഞങ്ങൾക്ക് ഉത്സവ. ഇപ്പൊ എന്താടാ നീ ഞങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തെ? അന്ന് ഉത്സവം നടത്താൻ കയ്യിൽ നല്ല കാശുണ്ടായിരുന്നേ. 7 ലോറി ഉണ്ടായിരുന്ന മൊയലാളിയാ പിരിക്കണില്ലേ അണ്ടി വേണനെ പോലെ. നീ പോടാ. എന്റെ അളിയന് ഒരു പ്രശ്നമില്ല. 7 അല്ല 70 ലോറി വാങ്ങിക്കടാ നമ്മള്. അതിന് വേണ്ടിട്ടാടാ ഈ അളിയൻ വന്നിരിക്കണേ. അളിയനും കൂടി 70 ലോറിയൊക്കെ വാങ്ങുമ്പോ ഈ പാവത്തിനെ മറക്കല്ലേ. നമ്മളൊക്കെ ഒന്നാടാ, പുകഞ്ഞ കൊള്ളികള്. നിന്റെ അനിയനുണ്ടല്ലോ എഞ്ചിനീയർ സാർ, അവനും ഭാര്യയ്ക്ക് ഇപ്പൊ നിന്റെ പേര് പറയണത് പോലും നടക്കടാ. ചീട്ടുകളിക്കാരനല്ലേ, കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ നിലയിലാക്കിയതാരാന്ന് പറഞ്ഞു. പക്ഷെ അന്നും ഇന്നും ഈ പരമേശ്വരന് നീ എന്ന് വെച്ചാ ജീവനാ, അറിയോ? അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേട്ടാ. ആ ഷർട്ടൂരി തന്ന തിരുമ്മം. ബോധമില്ലെങ്കിലും ഇവൻ ആള് നല്ലവനാ. പോയത് പോയി, ഇനി അതോർത്തിട്ട് ഇങ്ങനെ നത്തിനെ പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. വാർക്കത്തുള്ള കയ്യാത്. ഈ കയ്യിൽ ഇനിയും കാശ് വന്നു കയറും. നീ ധൈര്യമായിട്ട് ചീട്ട് കളി തുടങ്ങ്. അതിന് 10 10,000 ഈ അളിയുണ്ടാക്കി തരും. കളിച്ച് കാശ് കിട്ടുമ്പോ നമ്മൾ ആദ്യം ഒരു ലോറി വാങ്ങും, എന്നിട്ട് പഴയ പോലെ സ്പിരിറ്റ് കടത്തും. നമുക്കൊരു വാരാടാ. അളിയൻ എഴുന്നേക്ക്. എണീക്കാൻ. അളിയൻ കുളിച്ചിട്ട് അടുത്ത വണ്ടിക്ക് സ്റ്റാൻഡ് വിടാൻ നോക്ക്. അയ്യോ, ഇതാ കുത്തിയ പാടാ. മറുക ഭാഗ്യമറുക. അപ്പൊ പറഞ്ഞു കേട്ടത് പോലെ അല്ല. എന്ത് കേട്ടു? ചത്തു ചത്തിലെന്ന നിലയിൽ 4-5 മാസത്തോളം വിശാഖപട്ടണത്ത് ഒരു ആശുപത്രി കിടന്നു കേട്ടിട്ടുണ്ടോ? അപ്പൊ എവിടെയായിരുന്നു ഉത്സവ കമ്മിറ്റിക്കാര്? ആശുപത്രിയിൽ നിന്ന് വിട്ടിട്ടും കിടന്നു. പണിയെടുക്കാൻ പറ്റാണ്ട് 5-6 മാസം തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും, എന്റെ അമ്മ പോലും. ഈ വിവരമില്ലാത്ത തെണ്ടി മാത്രമേ ഉണ്ടായുള്ളൂ. എന്റെ മരുന്നിനും ചെലവിന് ഇവൻ പെട്ട പെടാപ്പാടെന്താന്ന് ആർക്കും അറിയില്ല. അന്നൊന്നും ആരുമില്ല. ഇപ്പൊ ഇനി ഞാൻ ചീട്ട് കളിച്ച് സ്പീറ്റ് നടത്തിയും കാശുണ്ടാക്കി തരണം. എന്നിട്ട് നാട്ടിൽ വന്ന് ഉത്സവം നടത്തണം. എന്റെ അളിയൻ പോ. മോനെ, അത് വിശാഖപട്ടണത്തെ ആസ്പത്രിയിൽ ഞങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ നീ ബോധമില്ലാണ്ട് ഐസിയുവിൽ കിടക്കല്ലേ. സതീശ് ഒരു 5000 റുപ്യ അതാ ഇവന്റെ കൊടുക്കുകയും ചെയ്തു. ഇല്ലടാ? ആയിക്കോട്ടെ, സന്തോഷം. എനിക്കൊരു പരാതിയില്ല. നിങ്ങൾക്കൊക്കെ എന്തിനും കണക്കുണ്ട്, എനിക്ക് കണക്കില്ല. കച്ചവടം നടത്തി കടം കയറി എന്റെ അച്ഛൻ കെട്ടിത്തൂങ്ങി ചത്തപ്പോ ഞാൻ കൊച്ച. 13 വയസ്സ്, ഒരമ്മയും 4 മക്കളും. എങ്ങനെ ജീവിക്കും? എടുത്താ പൊങ്ങാത്ത കടം. എന്റെ അമ്മ ഒരു എളുപ്പവഴി കണ്ടുപിടിച്ചു. കഞ്ഞിയിൽ വിഷം കലക്കി 4 മക്കളെയും വിളിച്ചിരുത്തി വിളമ്പി. അമ്മയുടെ കയ്യിൽ നിന്ന് ആ കഞ്ഞിയും കലവും വാങ്ങി വലിച്ചെറിഞ്ഞിട്ട് അന്തവും കുന്തോ ഇല്ലാത്ത ഈ ലോകത്തേക്ക് ഇറങ്ങി വന്നവനാ ചന്ദ്രഹാസൻ. 14 വയസ്സില്. ചെയ്യാത്ത പണിയൊന്നുമില്ല. കണ്ടിട്ടുണ്ട്, പിടിച്ചു പറിച്ചിട്ടുണ്ട്, കള്ളച്ചാരാൻ പാറ്റിയിട്ടുണ്ട്. ചെയ്യാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. അങ്ങനെയാ നിങ്ങൾക്ക് 15 പവൻ തന്നത്. എല്ലാരെയും വളർത്തി, വീടുണ്ടാക്കി. സതീശൻ എഞ്ചിനീയറായി. സുധയ്ക്ക് 100 പവൻ. അതിനൊന്നും എന്റെ കണക്കില്ല. വേണ്ട, ആരും വേണ്ട. ഞാൻ ഒറ്റയാ. പക്ഷെ എല്ലാരും നന്നായി, അത് മതി. എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. എന്ത് തോന്നിയാസം ചെയ്യുമ്പോഴും ഒന്നേ ആലോചിച്ചിട്ടുള്ളൂ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ, എന്റെ അനിയത്തിക്ക് വേണ്ടിയാ, എന്റെ അനിയന് വേണ്ടിയാ. ഞാൻ മാത്രം അട്ടയെ പോലെ പൊട്ടക്കുളത്തില്. അവിടെ നിന്നെ കൈപിടിച്ച് കയറ്റിയ ഒരു പെൺകുട്ടിയുണ്ട്. അവക്ക് കൊടുത്ത വാക്ക് മാത്രം പറ്റില്ല. അവള് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും. സമാനായില്ലേ? കുരം കളിച്ചും മണ്ടം കളിച്ചും ഒന്നും ഓർക്കം വിടത്തെ കൊണ്ടു നടക്കാൻ ഞാൻ. അതിന് ഞാനൊരു നല്ല കാര്യമില്ല പറഞ്ഞു. ഇനിയും നല്ല കാര്യം പറഞ്ഞ് താനോട് നിന്നാ
നേരത്തെ കണ്ടില്ല കുറെ തെണ്ടിക്കൂട്ടങ്ങള് ഒരു വാക്ക് പറഞ്ഞാ മതി ഈ കയ്യും കാലും മുറിച്ച് മീശം പറിച്ച് നാട്ടിലേക്ക് പാർസലായിട്ട് വിടും. വീട്ടിൽ ചെല്ലുമ്പോ സരോജിനേച്ചിക്ക് മക്കൾക്ക് കണ്ടാ മനസ്സിലാവില്ല. വിവരല്ല. ഒരു നല്ല കാര്യം പറഞ്ഞ തലേ കയറില്ല. പരമേട്ടന് ഇപ്പൊ അങ്ങട് അന്വേഷിച്ചു പോയെന്തിനാ? നിന്റെ ഏട്ടനായതുകൊണ്ട് മാത്ര, അല്ലെങ്കിൽ എനിക്കെന്താ കാര്യം? ഒന്ന് ഉപദേശിച്ച് നേരാക്കാന്ന് വെച്ചാ അങ്ങോട്ട് പോയത്. എടാ, അവനിപ്പ നമ്മളൊക്കെ ശത്രുക്കളാ. നിന്നോടാ ഭയങ്കര ദേഷ്യം. ആയിക്കോട്ടെ, എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. ഞാനേ അന്തസ്സായിട്ട് ജോലി എടുത്താ ജീവിക്കണേ. ആ സ്പിരിറ്റ് കടത്തും ചീട്ടുകളെയും പെണ്ണുകസായി നടക്കുന്നവരുടെ പിന്നാലെ പോവാനേ എനിക്ക് പറ്റില്ല. ആ നിന്നെ ആളാക്കിയത് അവനാ, അതിന്റെ നന്ദിപ്പല്ല. വേണ്ട, ഇനിയിപ്പൊ അവൻ പറഞ്ഞു മുഴുവൻ ഞാൻ ഇവിടെ പറയണില്ല. ഇനി ഞാൻ അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞ് ലഹള ഉണ്ടാക്കിന്ന് ആരും പറയണ്ട. അതൊക്കെ ശരിയാ, ഇല്ലെന്ന് ആരും പറയാനില്ല. പഠിക്കാൻ കാശും തന്നിട്ടുണ്ട്, പക്ഷെ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായത് ഞാനാ. എന്റെ ബുദ്ധി കൊണ്ടാ. അതും ചന്ദ്രേട്ടനെ എന്ന് പറയില്ലോ. പിന്നെ എനിക്ക് വേണ്ടി ചെലവാക്കിയ കാശ് എത്രയാന്ന് പറഞ്ഞാ അത് പലിശ സഹിതം കൊടുക്കാൻ ഞാൻ തയ്യാറാ. ആർക്കാടാ പലിശ? അമ്മ കേട്ടില്ലേ, പരമേട്ടൻ ചന്ദ്രേട്ടനെ കണ്ടത്. ഉവ്വോ, ഉവ്വ്, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അവന് സുഖാണോ പരമേശ്വര? പിന്നെ പരമസുഖല്ലേ. അമ്പലക്കാളെ പോലെ നടക്കുന്നവർക്ക് സുഖത്തിന് എന്താ കുറവ്? അതേടാ, അമ്പലക്കാള് തന്നെ എന്റെ മോൻ നടവള്ളി വിട്ടതാ നിങ്ങൾക്കൊക്കെ വേണ്ടി. പിന്നെ അമ്മയ്ക്ക് ഇപ്പോഴും നിങ്ങളാരും മക്കളല്ല. ചന്ദ്രേട്ടൻ മാത്ര അമ്മയുടെ മോൻ. എന്നാ പൊയ്ക്കോ മോന്റെ അടുത്തേക്ക്. ഞാൻ പോവും. പോവാൻ പറ്റിയ സ്ഥലം, നല്ല ആളുകളും. നല്ല കാലത്തോണ്ടേ നിർത്തിയിട്ടില്ല. പിന്നെയാണ് ഇപ്പൊ അത് നിങ്ങളെയൊക്കെ ഓർത്തിട്ടാ. പഠിപ്പ്, കല്യാണം, പ്രസവം, കുട്ടികള്, അങ്ങനെ ആലും കൊഴിഞ്ഞിട്ട് നേരമുണ്ടോ? എന്റെ മോൻ ഒറ്റമരത്തിലെ കിളിയെ പോലെ. അമ്മ തുടങ്ങി ഒറ്റ മരവും കിളി. ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മയുടെ വർത്താനം കേട്ടാ നമ്മളൊക്കെ കൂടി അവന്റെ ജീവിതം തകരാറാക്കിയേ തോന്നും. അവന്റെ ജീവിതം തൊലച്ചത് അവളൊരുത്തിയ. അവള് എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങി നാശം. ഊരുംപൊട്ടോള്. ബാംഗ്ലൂർക്ക് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ അച്ഛാ? അച്ചോ ഉറങ്ങിയ അത് കൊള്ളാം. ഞാനൊന്ന് കണ്ണടച്ച കുറ്റ. അത് ശരി, കണ്ണു തുറന്ന കിടന്ന് ഉറങ്ങണേ. എന്താണ് കറി ആലോചിക്കണേ? വല്ല കണ്ടുപിടുത്തം നടത്താൻ പോകണ്ടോ? വാ, ചോറിന് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കണ്. എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് വേണ്ടിയാണ് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. അത് പറ്റില്ല. ചന്ദ്രേട്ടാ, ഛെ. ചന്ദ്രേട്ടാ, ആ. എനിക്ക് ചന്ദ്രേട്ടാ. കുട്ടികളെല്ലാം ഉറങ്ങി. ദേ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. കള്ളൻ തരും. എഴുന്നേറ്റ് പോടാ. മാട്ടേ, ഞാൻ പോക മാട്ടേൻ. പിന്നെ എതുക്ക് എന്നെ കല്യാണം പണി കൊണ്ടുവന്ന ചന്ദ്രേട്ടാ? എന്റെ കരളേ, ഈ പന്നിമോറിനെ കൊണ്ട് ഞാൻ തോറ്റു. കട്ടിപ്പുടി കട്ടിപ്പുടിടാ, കണ്ണാള കണ്ടപ്പട്ടി കട്ടിപ്പുടിടാ, കാശ്മലൻ കഥമചുണ്ടൻ. മനുഷ്യന്റെ കൊടല് കരിഞ്ഞ് മണം വരുമ്പോളാ സ്വപ്നം കാണല്. അതിന് കാണാൻ ഒരുപാടുണ്ടല്ലോ. എന്റെ ഒരു വിധിയെ, നല്ല ഒന്നാന്തൊരു ആൺകുട്ടി. ചോറുവെപ്പ്, അലക്ക്, പെരടിച്ചു വാരല്, അങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പോലെ സകലതും ചെയ്തു കൊടുക്കണം. എന്നാലും ചീത്ത ബാക്കി. നീ സകലതും ചെയ്തു തരണുണ്ടോ? കൂടെ കിടക്കണില്ല, അത്രല്ലേ ഉള്ളൂ. അതിന് ഞാനൊരു ആൺകുട്ടിയായി പോയി, ഇല്ലെങ്കിൽ അതും ചെയ്തെന്ന് തന്നെ. ഓ, നീ ഒരു പെണ്ണാവാതിരുന്നത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നീ എന്റെ മുറപ്പൺ. എന്റെ അമ്മേ, പെണ്ണായി ജനിക്കാത്തതിന് നിന്നെ ഞാൻ തൊഴുന്നു. എന്താ ഇതിൽ ഉപ്പിട്ടിട്ടില്ലടാ. ഉപ്പിട്ടാ പോരെ? ഇതാണ് ചന്ദ്രേട്ടാ ജീവിതം എന്ന് പറയണത്. ഈ പരിപ്പ് കറി പോലെ. നീ എന്താ വെള്ളം അടിച്ചിട്ടുണ്ടോ? തത്വം വരുന്നു. ഇത് വെള്ളം അടിക്കാത്ത തത്വ. ഉപ്പ് കുറഞ്ഞ സുഖല്ല, ഉപ്പ് കൂടിയാലോ കയ്പ്. ഇതാണ് മോനെ ചന്ദ്രഹാസ ജീവിതം. ಹಲೋ ಬಾಯ್, ಸಲಾಂ. ಟ್ರಿಪ್ ಅಲ್ಲಿಯೇ ಬ್ಯಾಂಗ್ಳೂರ್ಗೆ ಒಂದು ಲಿಫ್ಟ್ ಕೊಡುವುದಾ? ಬೆಳಿಗ್ಗೆ ಬೆಂಗಳೂರಿನಲ್ಲಿ ಬಿಟ್ಟದೇ ಸಾಕು. ನಿನ್ನೆ ಜೋದಿ ನಾನು ಬರ್ಬೋದಾ? കൊണ്ടുപോകാം മച്ചാ, വാ ഇറങ്ങി വാ, വാ. ಬೇಡಪ್ಪ ಬೇಡ. ಗುರು ನಿದ್ರೆ ಮಾಡದೆ ಹೋಗ್ಬೋದು. സാധന കൊള്ളാം. അധികം ഓടിയിട്ടില്ല. എന്താ ഓടിക്കണം? ഓടിക്കൊന്നും വേണ്ട, വെറുതെ വർത്താനം പറഞ്ഞിരിക്കാലോ. നിനക്ക് വായിക്കാൻ ഒരുപാട് കൊച്ചു കൊച്ചു പുസ്തകങ്ങളില്ലേ, അതുപോരെ? നമുക്ക് അതിനൊന്നും യോഗല്ല. എനിക്ക് വയസ്സെത്രയെന്ന് അറിയാലോ. നീ വയസ്സറിയിച്ചാണെന്ന് എനിക്കറിയാം. എടാ, നമ്മുടെ മണിയണ്ണന്റെ മോളെ നിനക്കൊന്ന് ആലോചിച്ചാണ്. അർഹതപ്പെട്ട മുറപ്പെടേണ്ട കാര്യത്തിൽ എന്നെ ചതിച്ച ആളാ ഇപ്പൊ ആലോചനയും കൊണ്ട് വന്നിരിക്കുന്നത്. നല്ല പുളിച്ചത് പറയും ഞാൻ. എന്തിനാ ഈ വിളിക്കണേ? എന്റെ പെങ്ങളെ കെട്ടാൻ നല്ല യോഗ്യനാ നീ.
ആളുകൊണ്ടും ബുദ്ധി കൊണ്ടും. എനിക്ക് എന്തൊരു കുറവ്? സൗന്ദര്യമില്ലേ? അത് വിദ്യാഭ്യാസം. നീ സിനിമ നടനെ പോലെയല്ലേ ഇരിക്കുന്നത്. പിന്നെ പഠിപ്പ്, അതിന് നീ അവളേക്കാ കേമൻ. അവള് വെറും MA, നീ SSLC, അത് 4 പ്രാവശ്യം ഫെയിൽ. ചന്ദ്രേട്ടാ, ചവിട്ട്. നമുക്കെടുത്ത് പോവാം. രക്ഷപ്പെടണം, ഇപ്പൊ രക്ഷപ്പെടണം. വണ്ടി എടുക്കണ്ടേ ചന്ദ്രേട്ടാ? ചന്ദ്രേട്ടാ, ഈശ്വരാ, വെറുതെ പുലിവാലി പിടിക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിടിച്ച് കേട്ടാ, പിടിക്ക്. തെറ്റിപ്പോയിന്താ? ഹോസ്പിറ്റലിൽ ले जाएंगे. നല്ലതവർ കൊണ്ടുപോയിക്കോട്ടെ. नहीं सर. ചന്ദ്രേട്ടാ, ഈശ്വരാ, ഇവനെന്താ കണ്ണുമുക്കില് ഇടിച്ച് കൊന്നനവൻ. മഹാമണ്ഡപത്തിലെ ചന്ദ്രേട്ടൻ കാട്ടിയ അവന് നല്ല ആൾക്കാരെ ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് വന്നത് തലേന്ന് ഒഴിഞ്ഞു പോയനെ. മോശം. അത്ര വലിയ ത്യാഗം ശരിയല്ല. നമുക്ക് പറ്റിയ നമ്മളെ. ഏറ്റോ അയ്യോ ചോര ചത്തനെ റൂട്ടിൽ തട്ടിടും. എന്റെ ഈശ്വര, ഓ നെഞ്ചിരിക്കുന്നുണ്ട്. ബാക്കി ചന്ദ്രേട്ടാ മരിച്ചോ? മരിച്ചോല്ല. പിന്നെ അയ്യോ പെണ്ണ്. ഛെ, തെണ്ടി. ഈ നേരത്ത് നിനക്ക് ഇതേ വിചാരമുള്ളൂ അല്ലടാ? ഓ അതല്ല, ഇയാളൊരു പെണ്ണാ. എന്താ പെണ്ണോ? ആ നോക്കിയേ. ഓ, പാവം, നല്ല കിളുന്ത് പോലത്തെ കുട്ടി. കിളുന്തായാലും കായായാലും പാതിരാത്രിക്ക് മനുഷ്യനെ തുളയ്ക്കാൻ. കണ്ണിച്ചോറില്ലാത്ത വർത്താനം പറയരുത്. കണ്ണും മൂക്കിലാണ്ട് വണ്ടി ഓടിച്ചിട്ട് മനസാക്ഷി വേണം, മനസാക്ഷി. എന്ത് വേണം? വേഗം വണ്ടി വേണം നോക്ക്. എന്റെ അകലൂർ കാവിലമ്മേ, ഞാനൊരു പട്ട് കുരിയും തന്നോളാം. കുഴപ്പം വരുത്തല്ലേ. അയ്യോ അവരെന്നെ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. എടുത്ത് പോ ചന്ദ്രേട്ടാ.